SK Hotspot. Hey, hello, welcome to SK Hotspot on Sarga Kshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. ആൻഡ് ഞായറാഴ്ചയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൈമിലേക്ക് ഓഫ്കോഴ്സ് നമ്മളിതാ എത്തിയിരിക്കുകയാണ്. SK Hotspot. ഇന്ന് ആരാണ് എത്താൻ പോകുന്നത്, അതുപോലെ എത്തിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചെറിയൊരു സൂചന പ്രൊമോയിലൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ആക്ടർ ആൻഡ് ഡാൻസർ ശ്രുതി ജയൻ. വെൽക്കം ടു ദി ഷോ ശ്രുതി ജയൻ. ഹലോ, ഹായ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അവിടെ സുഖല്ലേ? യെസ്, ഡബിൾ ഓക്കെ. എന്തായാലും നമുക്കറിയാം ഡാൻസും അതുപോലെ തന്നെ അഭിനയവും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഇന്ന് നമുക്ക് SK ഹോട്ട്സ്പോട്ടിൽ ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഞാൻ ശ്രുതിയുടെ ഇൻസ്റ്റഗ്രാം ബയോയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എംബ്രേസിംഗ് ദി ഗ്രേസ്ഫുൾ സ്ട്രൈഡ്സ് ഓഫ് ഭരതനാട്യം ആൻഡ് ദി ക്യാപ്റ്റിവേറ്റിംഗ് വേൾഡ് ഓഫ് ഫിലിം. ഇത് രണ്ടും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പൊ ശ്രുതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും അല്ലെ? സോ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ആദ്യം തന്നെ 2017 മുതൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു അഭിനയ ജീവിതം അല്ലെങ്കിൽ കലാജീവിതം ഇന്ന് എത്തി നിൽക്കുന്ന സമയത്ത് എന്താണ് ആദ്യം തന്നെ പറയാനുള്ളത്? സന്തോഷമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഗ്രേറ്റ്ഫുൾനെസ് ആണ് എനിക്ക് എപ്പോഴും. എല്ലാ സമയത്തും എനിക്ക് ആ ഒരു ഫീലാണ് എപ്പോഴും. ജീവിതത്തിൽ ഓരോ മൊമെന്റ്സ് ഉണ്ടാവുമ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. യെസ്, ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കറിയാം അങ്കമാലി ഡയറീസില് നമ്മുടെ വർക്കിയുടെ ആലീസ് മുതല് ഇപ്പോ നമ്മുടെ മച്ചാന്റെ മാലാഖ വരെ എത്തി നിൽക്കുന്നു നമ്മുടെ സ്വന്തം ശ്രുതി ജയന്റെ വിശേഷങ്ങൾ. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്ന് കേൾക്കും അറിയും SK ഹോട്ട്സ്പോട്ടിൽ ശ്രുതി ജയന്റെ വിശേഷങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗ ക്ഷേത്ര 89.6 FM കൂടെയുള്ള തന്നെയാണ്. യു ആർ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട്. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം എന്നോടൊപ്പം അല്ലെങ്കിൽ നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് ഒരു ആക്ടറും അതുപോലെ ഒരു ഡാൻസറും ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ജൂണിലെ ആ വിസിലടിക്കുന്ന മായ മിസ്. ആക്ച്വലി എനിക്ക് ശ്രുതിയുടെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് മായ എന്ന് പറയുന്ന ടീച്ചറുടെ ക്യാരക്ടറിലൂടെയാണോ? അപ്പൊ മായ ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോ ഡാൻസ് ടീച്ചർ കൂടി ആയതുകൊണ്ട് ടീച്ചറിന്റെ ആ ഒരു സ്ഥാനം കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോ അഭിനയത്തിൽ ആ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നോ? രണ്ട് തരത്തിലല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം ഞാന് ടീച്ചറിന് എന്റെ മനസ്സിലെ ടീച്ചർ എന്ന് പറയുന്നത് സ്കൂൾ ടീച്ചേഴ്സും ഡാൻസ് ടീച്ചേഴ്സും നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ അത് ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. രണ്ട് തരത്തിൽ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ സിനിമ വേറെ നമ്മുടെ ഡാൻസ് വേറെ അങ്ങനെ തന്നെയാണ്? തീർച്ചയായിട്ടും അതാണ്. അപ്പൊ എന്തായാലും ശരിക്കും ആ ഒരു ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ രണ്ടും രണ്ടായിട്ട് തന്നെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ശ്രുതി ജയൻ 2017 മുൻപ് ആരായിരുന്നു, എന്തായിരുന്നു, ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ആക്ച്വലി വന്നത്, അങ്കമാലി ഡയറീസിലേക്ക്? ഞാൻ 2017 മുമ്പും ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരാൾ നൃത്തത്തില്. ഓൾറെഡി ഞാൻ കലാക്ഷേത്ര എന്ന സ്ഥാപനത്തിലാണ് പഠിച്ചത്, ചെന്നൈ കലാക്ഷേത്രയില്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ഞാൻ അവിടെ പഠിച്ചു, അവിടെ വർക്ക് ചെയ്തു കുറെ നാള്. പിന്നെ ഒരു സോളോ പെർഫോമറായിട്ട്, ഭരതനാട്യം പെർഫോമറായിട്ട് ഒരുപാട് സ്റ്റേജുകളും വേദികളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം. അത് ഞാൻ പോലും അറിയാതെ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിക്കാതെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടാണ് ഇവരുടെ സിനിമയിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തില് ഫോട്ടോ മഞ്ചാടിയിൽ അച്ചടിച്ച് വരുന്ന രീതിയിൽ നമ്മൾ അറിയാതെ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. ഓക്കെ, എന്തായാലും വളരെ നന്നായി. നമുക്ക് ഇത്രയും നല്ലൊരു ആക്ടറിനെ ഡയറക്ട്ലി ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റി, എനിക്കിങ്ങനെ ഡയറക്ട്ലി സംസാരിക്കാനായിട്ട് പറ്റിയത് അതുകൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല നല്ല കുറെ അധികം വിശേഷങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ. കൂടെയുള്ളത് ശ്രുതി ജയൻ ആണ്, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജൂണിലെ മായ മിസ്. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. ആൻഡ് നമ്മോടൊപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ആക്ട്രസ് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. കൂടെ ഒരു ഡാൻസർ കൂടിയാണ് ശ്രുതി ജയൻ. ശരിക്കും 2017 മുൻപ് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് ആക്ച്വലി എത്തിയതെന്നും നമ്മൾ കുറച്ച് മുൻപേ ശ്രുതിയുടെ വാക്കുകളിൽ നിന്ന് അറിഞ്ഞായിരുന്നു. സോ ഇനി നമുക്ക് അറിയാനുള്ളത് ജൂണിലെ വിശേഷങ്ങളാണ്. കുറച്ച് മുൻപേ പറഞ്ഞു അപ്രിസിയേഷൻ ഏറ്റവും കൂടുതൽ കിട്ടിയത് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ കൂടുതലായിട്ടും ശ്രുതിക്ക് കിട്ടിയത് മായ ടീച്ചറിലൂടെ ആയിരുന്നു എന്ന്. ശരിക്കും അങ്കമാലി ഡയറീസ് കഴിഞ്ഞ് നമുക്ക് തോന്നുന്നു പൈപ്പിൻ ചുവട്ടിലെ പ്രണയം ആയിരുന്നു തോന്നുന്നു അല്ലേ നെക്സ്റ്റ് മൂവി? രശ്മി ആയിട്ട്. ഓക്കെ, അതിനുശേഷം നിത്യഹരിത നായകൻ വന്നു. ദെൻ ആണ് ജൂണിലേക്ക് വരുന്നത് മായ മിസ് ആയിട്ട്. സോ ആ ഒരു സമയമാകുമ്പോഴത്തേനും ആക്ച്വലി മൂവീസിൽ എങ്ങനെ നമ്മള്, എനിക്കറിയാം അഭിനയം എന്നുള്ളത് പറയുന്നത് നമ്മുടെ ഡാൻസിൽ മെയിൻ ആയിട്ടുള്ളൊരു എലമെന്റ് ആണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ സൂപ്പർ ആകും എന്നറിയാം. എങ്കിലും നമ്മളുടേതായിട്ട് കൊടുക്കേണ്ട കുറെ ഔട്ട്പുട്ട്സ് ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നും അറിയാതെയാണ് സിനിമയിലേക്ക് വന്നത്.
അപ്പൊ ഒരു ഇൻഹിബിഷൻസോ മുൻകൂട്ടി ധാരണകളോ ഒന്നും ഇല്ലാതെ ഒന്നും അറിയണ്ടായിരുന്നില്ല. സിനിമ എന്താന്ന് അറിയണ്ടായിരുന്നില്ല. ഞാൻ ആകെ എനിക്ക് അറിഞ്ഞിരുന്നത് ഒരു വേൾഡ് ഓഫ് ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. എന്റെ അച്ഛൻ മ്യൂസീഷ്യൻ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയില് എന്റെ അച്ഛൻ മൃദംഗിസ്റ്റ്, എന്റെ ചേട്ടൻ ഒരു കസിൻ ബ്രദർ വയലിസ്റ്റ്. സോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ എനിക്ക് അറിഞ്ഞതും വളർന്നതും ഒക്കെ പാട്ടും സംഗീതവും കേട്ട് മാത്രമാണ്. അപ്പൊ പിന്നെ പോയത് 15 വയസ്സിലെ കലാക്ഷേത്രം പോയത്. അപ്പൊ അവിടെ പോയപ്പോ അവിടെയും പറഞ്ഞു ലോകം ഗുരുകുല വിദ്യാഭ്യാസമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ വന്ന് ഒന്നും അറിയാത്ത ലോകത്തേക്ക് ഒരു ചെറിയൊരു ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന പോലെയാണ്. അപ്പൊ എനിക്ക് ഓരോ ഡയറക്ടേഴ്സും ഓരോ സിനിമകളും ആണ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓവർ പ്രിപ്പറേഷനോ പിന്നെ നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോൾ ഓരോ കാലം കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആവണം. കാരണം എന്തായാലും നമ്മൾ തീരുമാനിച്ചിറങ്ങി. നമ്മൾ അതിൽ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ ഞാനൊക്കെ തുടങ്ങി. ഇപ്പോഴാണ് കുറച്ച് 2-3 കൊല്ലമായിട്ട് കുറച്ചും കൂടി അഭിനയത്തിന്റെ കുറെ സാധ്യതകളൊക്കെ പരീക്ഷിക്കാനും പഠിക്കാനും ഒക്കെ ഞാൻ വൺസ് ഐ ഡിസൈഡഡ് ഓക്കെ ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ പ്ലേസ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇവിടെ ഈ സ്പേസിൽ ഞാൻ ഉണ്ടാവുമെന്ന് നമുക്ക് ധാരണ ഉണ്ടാവില്ലേ. അപ്പൊ ഐ started knowing more about cinema, learning about cinema, acting, അങ്ങനെയാണ് അതിന്റെ ജേർണി. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു കംഫർട്ട് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു സന്തോഷം ആക്ച്വലി ശ്രുതിയുടെ ലൈഫിലുണ്ട്. അതെ തീർച്ചയായിട്ടും. വേറെ പ്രൊഫഷനിലേക്ക് വരുമ്പോ നമുക്ക് എടുക്കേണ്ട ഒരു നമ്മൾ എന്തായാലും ഡയലമ ഉണ്ടാവും. നമുക്ക് എന്ത് ശരിയാണോ കറക്റ്റ് സ്പേസിലാണോ എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ ഐ ഡിസൈഡഡ് യെസ് ഇവിടെ എനിക്ക് ഇവിടെ സ്പേസ് ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചു അങ്ങ് ശരിയാക്കാം. കൊള്ളാം. അപ്പൊ എന്തായാലും ഇതിനിടയിൽ ഞാൻ ശ്രുതി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. അച്ഛൻ മ്യൂസിഷ്യൻ ആയിരുന്നു എന്നുള്ളത് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. സോ ഫാമിലിയെ പറ്റി നമ്മൾ കൂടുതലായിട്ട് അറിയുന്നുണ്ട്. കേട്ടോണ്ടേയിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ആണ് നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രുതി ജയൻ. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി. കാലത്തിനൊപ്പം ഈ ഞായറാഴ്ചയിൽ നമുക്ക് ബെസ്റ്റ് മെനു ആയിട്ടുള്ള SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ആരാണെന്ന് അറിയണ്ടേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആക്ടർ ആൻഡ് ഡാൻസർ ആയിട്ടുള്ള ശ്രുതി ജയൻ. ശ്രുതി, നമ്മൾ കുറച്ചു മുൻപേ ശ്രുതിയുടെ ഈ ഒരു അഭിനയ ജീവിതത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം പറഞ്ഞപ്പോൾ ഫാമിലിയുടെ കാര്യം പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഓരോ തരത്തിലുള്ള മേഖലകളിലും സൂപ്പർ ആയിട്ട് അവരുടെ എക്സ്പീരിയൻസ് തെളിയിച്ചിട്ടുള്ളവരാണെന്ന്. ലൈക്ക് മ്യൂസിഷ്യൻസ് ആയിക്കോട്ടെ അല്ലെ? സോ ഫാമിലിയുടെ സപ്പോർട്ടിനെ പറ്റി ഒന്ന് ഷെയർ ചെയ്യോ? ഫാമിലി സപ്പോർട്ട് ഇപ്പൊ അച്ഛൻ മരിച്ചു ഒരു 3 വർഷമായി. എന്റെ ബ്രദർ ഉണ്ട്, ഓൺ ബ്രദർ. അവര് മരിച്ചു. അവർക്ക് സെറിബ്രൽ പാൾസിലെ കുട്ടി കുറെ വർഷമായില്ലേ, 10 വർഷമായി. അമ്മയാണ് ഫാമിലിയിലുള്ളത്. പിന്നെ ഞാൻ ജോയിന്റ് ഫാമിലിയാണ്. ബട്ട് ഞങ്ങളൊരു ലീനേജസ് ലൈക്ക് അങ്ങനെയായിരുന്നു. പിന്നെ ഇനീഷ്യലി അച്ഛൻ സപ്പോർട്ട് ആയിരുന്നില്ല. നമ്മുടെ അഭിനയിക്കുന്നതൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് ശരിയായി. ഓക്കെ. അപ്പൊ എന്തായാലും ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ നമ്മുടെ പാഷനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ലോകത്തെല്ലാം നമുക്ക് അത് കൊണ്ടുവന്ന് തരും എന്ന് പറയുന്ന ഒരു കോട്ട് ഉണ്ടല്ലോ. നമ്മൾ തീർച്ചയായിട്ടും സ്നേഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ സ്നേഹിക്കും. അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു നമ്മുടെ കൊച്ചിയിലാണ് ഇപ്പോ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അതുപോലെ ലാലേട്ടന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ്. പ്രതീക്ഷിച്ചാണോ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയത്? പ്രതീക്ഷിച്ചാൽ ഞാൻ അങ്ങനെയല്ല. പ്രതീക്ഷിക്കാതെ എനിക്ക് വാട്ടർ ഫ്രണ്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കിട്ടി. പക്ഷെ ലാലേട്ടന്റെ ഓപ്പോസിറ്റ് അല്ല. ഇത് ആക്ച്വലി ഞാൻ തേവരയിലാണ്. അവര് ഫ്ലാറ്റ് ഉള്ളത് ഐഡന്റിറ്റി ടവേഴ്സ് പോലുള്ള കൊണ്ടന്നൂരാണ്. അപ്പൊ ആ ബ്രിഡ്ജിന് അത്രയ്ക്ക് വലിയ ദൂരമുണ്ട്. ഞാൻ ചുമ്മാ എന്തായാലും ഹായിലൊക്കെ ഞാൻ ചുമ്മാ കാണിക്കുന്നതാ എന്റെ സന്തോഷത്തിൽ. അങ്ങനെയെങ്കിലും ലാലേട്ടനൊന്ന് കണ്ടാലോ. അതെ, അല്ല ആക്ച്വലി ഞാൻ അതിനോട് 100% യോജിക്കും. കാരണം ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലാണെങ്കിലും ആകാശത്തേക്കൂടെ പ്ലെയിൻ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഹായ് ബായ് ഇതൊക്കെ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു ദിവസം ലാലേട്ടൻ അവിടെ നിന്ന് കൂടി തിരിച്ചൊരു ഹായ് പറയും. നോക്കിക്കോ. അത് ബൈനോക്കുലർ വെച്ച് നോക്കണം. അത്ര ദൂരമുണ്ട്, ആർക്കും മനസ്സിലാവില്ല. എന്തായാലും സംഭവിക്കട്ടെ. ഏറ്റവും അടുത്ത് തന്നെ ഒരു മീറ്റപ്പ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ശ്രുതിയുടെ കുറേയധികം വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇനി പോകുന്നത് ഒരു ചെറിയ റാപ്പിഡ് ഫയർ സെക്ഷനിലേക്കാണ് കേട്ടോ. ഇല്ല പേടിക്കണ്ട. ആരാണവൾ എന്നാണ് നമ്മുടെ റാപ്പിഡ് ഫയർ സെഗ്മെന്റിന്റെ പേര്. പക്ഷെ ഒരു പാട്ടിന് ശേഷമായിരിക്കും ഈ സെഗ്മെന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രുതി ജയൻ. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി. കാലത്തിനൊപ്പം നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് ആക്ട്രസും
ഡാൻസറുമായിട്ടുള്ള ശ്രുതി ജയനാണ്. ശ്രുതി, നമ്മൾ കുറച്ച് മുൻപ് പാട്ടുകൾക്കൊക്കെ മുൻപ് പറഞ്ഞിരുന്നു ഒരു റാപ്പിഡ് ഫയർ സെഗ്മെന്റിലേക്കാണ് നമ്മൾ ഇനി പോകാനായിട്ട് പോകുന്നത് അല്ലേ? അതെ. യെസ്. അപ്പോ ഞാൻ ആ സെഗ്മെന്റിന്റെ പേര് ഒന്നുകൂടി സൂചിപ്പിച്ചേക്കാം. ആരാണവൾ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതെ, ആരാണവൾ? സംഭവം ഇത്രയേ ഉള്ളൂ. ഇത്രയും നാള് ശ്രുതി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഓരോരുത്തരെയും ഒന്ന് മനസ്സിലാലോചിച്ചോളൂ. ആൻഡ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഒരു സ്വഭാവം ഉള്ളത് ഇതിൽ ഏത് ക്യാരക്ടറിനാണ് എന്നുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ? ഓക്കെ. അപ്പോ ശ്രുതി അഭിനയിച്ചതിൽ ഇത്രയും അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും ധൈര്യമുള്ള സ്ത്രീ ആരാണ്? ധൈര്യമുള്ളത് ആർക്കാണ്? ജെസി ഫ്രം ദ മൂവി സത്യം പറഞ്ഞാ വിശ്വസിക്കോ? യെസ്. ഓക്കെ. അടുത്തത് ഏറ്റവും സ്നേഹമുള്ളത് ആർക്കാണ്? രശ്മി, പൈപ്പിൻ ചുവട്ടിലെ പ്രണയം. മായ മിസ്. യെസ്, ഓഫ് കോഴ്സ്. അതൊരു മെന്ററിന്റെ സ്നേഹം വാരി കോരി തരുന്ന. ഓക്കെ. ആൻഡ് അടുത്തൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. ഏറ്റവും വാശിയുള്ളത് ആർക്കാണ്? ആലോചനയിൽ ആണ്ടുപോയോ? എല്ലാം ശരിയാവുന്ന സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ക്യാരക്ടർ അജിത. യെസ്, എല്ലാം ശരിയാകൂലെ. അജിതയാണ് ഏറ്റവും വാശിയുള്ള ഒരു ക്യാരക്ടർ അല്ലെ? ഓക്കെ. അടുത്തത് ഏറ്റവും കുസൃതി നിറഞ്ഞ ഒരു ക്യാരക്ടർ ആരാണവൾ? അത് ഞാനൊരു തെലുഗു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, പരുട്ടു ബ്രത്തുക്കു നടനാന്ന് പറഞ്ഞിട്ടില്ല. അതിലെ ലേഖ എന്നൊരു ക്യാരക്ടർ. യെസ്. ഓക്കെ. അതാണ് ഏറ്റവും കുസൃതി നിറഞ്ഞ ക്യാരക്ടർ അല്ലെ? ശരി. ഇനി അടുത്തത് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ളത് ആരാണ്? പ്രണയം. കൊറോണ ഗവൻ. അതുമല്ല, പിന്നെ ഒരു ദൂത എന്നൊരു തെലുഗു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാഗചൈതന്യയുടെ കൂടെ ചെയ്തിട്ടുള്ള വെബ് സീരീസിലെ ദൂത ആളും ഇച്ചിരി റൊമാൻറ്റിക് ആണെന്ന് ചുരുക്കം. ഓക്കെ. അപ്പൊ എന്തായാലും 5 മാർക്കും അടിപൊളിയായിട്ട് സ്കോർ ചെയ്തിട്ടുള്ള ശ്രുതിക്ക് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മുടെ റേഡിയോയിൽ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കൂ. നമ്മൾ അടുത്ത ചോദ്യങ്ങളായിട്ട് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. കേട്ടോണ്ടിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ളത് തന്നെ. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് തന്നെയാണ്. ആൻഡ് ഇന്ന് നമ്മോടൊപ്പം അഭിനേത്രി ആയിട്ടുള്ള ശ്രുതി ജയനാണ് കൂടെയുള്ളത്. സോ ശ്രുതിനെ നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ആക്ടർ ആവുന്നതിന് മുൻപ്, ഒരു നടിയാകുന്നതിന് മുൻപേ ഒരു ബ്യൂട്ടിഫുൾ ഡാൻസർ ആയിട്ട് നമ്മൾ എല്ലാവരും ഞെട്ടിച്ച ഒരാളാണ്. സോ ഒരു ഡാൻസർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു 2025 ജനുവരി 27 എന്ന് പറയുന്ന ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അന്നാണ് രാജശ്യാമ വരുന്നത്. സോ രാജശ്യാമേനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആക്ച്വലി രാജശ്യാമ പുറമെ നോക്കുമ്പോൾ അതൊരു ഡാൻസ് സ്കൂളാണ്. എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതമാണ്, എന്റെ ജീവനാണ്. രാജശ്യാമ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നോർമൽ റെഗുലർ ഡാൻസ് ക്ലാസ്സസിനപ്പുറത്ത് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. നമ്മൾ ട്രസ്റ്റ് ആണ്. ഇതിലൂടെ നമ്മൾ ഒരുപാട് സമൂഹത്തിന് വേണ്ടി നൃത്തത്തിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ള ഒരു ഫോർമേഷൻ ആണിത്. ഹാപ്പിനെസ് ത്രൂ ഡാൻസ് എന്ന കോൺസെപ്റ്റ് ആണ് ആക്ച്വലി ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാർക്ക് സന്തോഷം എങ്ങനെ നൃത്തത്തിലൂടെ കണ്ടെത്താം. ഇന്നത്തെ ജീവിതത്തിൽ എല്ലാവർക്കും കുട്ടികൾക്ക് ഒരു അറിയാം എന്താ ഡിപ്രഷൻ അർത്ഥം പോലും പിള്ളേർക്ക് അറിയില്ല. എല്ലാവരും വായിൽ വരുന്ന വാക്കാണ് സ്ട്രെസ് ആണ്, ഡിപ്രഷൻ ആണ്. എല്ലാവരും പറയുന്നു, അപ്പൊ ഞാനും പറയുന്നു. അതെ, അങ്ങനെയുണ്ട്. അതെ. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റി നൃത്തത്തിലൂടെ എങ്ങനെ ഒരു നമ്മുടെ ലൈഫ് ഹാർമണൈസ് ചെയ്യാം എന്നൊരു ഒരുപാട് മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുക, ഹീലിയിപ്പിക്കുക. ഡാൻസ് നൃത്തത്തിന് ഡാൻസ് തെറാപ്പി എന്ന രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യുക, ഹീലിയിപ്പിക്കുക. സാധാരണ മനുഷ്യന്മാരിലും ഒരു ജോയ് കണ്ടെത്താൻ ശ്രമിക്കണം എന്ന രീതിയിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് രാജശ്യാമ. ഓക്കെ. എനിക്ക് ആക്ച്വലി രാജശ്യാമയുടെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡാൻസ് ത്രൂ യുവർ സോൾ. ആത്മാവിലൂടെ നൃത്തം ചെയ്യുക എന്നുള്ള ഒരു കാര്യം ആക്ച്വലി എനിക്കും പറയാനുള്ളത്, അല്ലെങ്കിൽ വിഷ് ചെയ്യാനുള്ളത് ആക്ച്വലി അത് തന്നെയാണ് കേട്ടോ. ശ്രുതിയുടെ എല്ലാ സ്റ്റുഡൻസിനും അവരെ തന്നെ കണ്ടെത്താനായിട്ട് ഡാൻസിലൂടെ പറ്റട്ടെ. അത് അങ്ങനെ ഡാൻസ് ഞാൻ ഐ സ്റ്റഡീഡ് ഫ്രം കലാക്ഷേത്ര. നമുക്കൊരു ബാണി ഉണ്ട്, നമുക്ക് സ്റ്റൈൽ ഓഫ് ഒരു ലെഗസി ഉണ്ട് നമുക്ക്. ബട്ട് സ്റ്റിൽ ഐ ടീച്ച് ദം ടു നോ ദെയർ സെൽഫ്, ടച്ച് ദെയർ സോൾ എന്ന് ഞാൻ പഠിപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന പോലെ, ഞാൻ ചെയ്യുന്നത് പോലെ അവർ ചെയ്താൽ അവിടെ ഐഡന്റിറ്റി ഉണ്ടാവില്ല. സോ ദേ ഹാവ് ടു ഫീൽ ദെയർ ഓൺ ഐഡന്റിറ്റി. അത് ജസ്റ്റ് ഒരു കോപ്പി മാത്രമായിട്ട് മാറും അല്ലേ? അതെ. അടുത്ത ജനറേഷനും അവർ വളർത്തണമെങ്കിൽ, അവരതിനെ അത്രയും സ്നേഹിക്കണമെങ്കിൽ അവർ തൊട്ടറിയണ്ട. ഉറപ്പായിട്ടും. എന്തായാലും ഡാൻസിനെ പറ്റി പറയുമ്പോ ശ്രുതി എത്രയും വാചാലയാവുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അതെന്തായാലും പറയുന്നത് ഞാൻ വേറെ ആളായി പോകുന്നത്. ശ്രുതി മാറി ശരിക്കും രാജശ്യാമയായി മാറുന്ന നിമിഷം. ഓക്കെ. എന്തായാലും ഞാൻ ഈ ഒരു അവസരത്തില് എന്റെ ഒരു ഫ്രണ്ട് വകയിൽ നമ്മുടെ ശ്രുതിയുടെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വരും, മാളവിക പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സമയത്ത്, ശ്രുതി ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? എക്സ്ട്രോവേർട്ട് ആണ്. ഓഫ് കോഴ്സ് ആണ്, എക്സ്ട്രോവേർട്ട് ആണെന്ന് സമ്മതിച്ചു. പക്ഷേ ഈ എക്സ്ട്രോവേർട്ടിന്റെ ലെവല്
പീക്ക് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ട്, അത് ഈ ഡാൻസ് സ്റ്റുഡൻസ് വരുന്ന സമയത്താണെന്ന്. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ മറക്കും എന്നുള്ള ഒരു രീതിയിൽ ശ്രുതി എത്തുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഡാൻസ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഡാൻസിന്റെയും അതുപോലെ ശ്രുതിയുടെയും കുറെ അധികം വിശേഷങ്ങൾ നമ്മൾ വേഗം തന്നെ അറിയുന്നുണ്ട് കേട്ടോ. പക്ഷേ പാട്ടുകൾ അതിന് മുൻപ് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മൾ ഇന്ന് SK Hotspotലൂടെ ഒരു ബ്യൂട്ടിഫുൾ ഡാൻസറെയും അതുപോലെ അതിലും ഭംഗിയായിട്ട് അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയുമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ശ്രുതി ജയൻ. ശ്രുതി, അപ്പോൾ കുറച്ച് മുൻപേ നമ്മൾ ഈ ഡാൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ കുറച്ചധികം വാചാലയായി അല്ലെങ്കിൽ വേറൊരാളായിട്ട് മാറിയിട്ടുള്ള ശ്രുതിയൊക്കെ നമുക്ക് തിരിച്ചു വന്നോ? വന്നു ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ദുബായ് കടപ്പുറം വഴി കാലിഫോർണിയ ഒക്കെ ചുറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ശ്രുതി കുറച്ച് മുൻപേ മെൻഷൻ ചെയ്ത കാര്യമാണ് ലൈക്ക് ചെന്നൈയിലായിരുന്നു മുൻപ് പഠിച്ചത് എന്നുള്ളൊരു കാര്യം അല്ലേ? യെസ്. അപ്പോ ഈ ചെന്നൈ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ, എസ്പെഷ്യലി സിനിമാ പ്രേമികൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ വിനീത് ശ്രീനിവാസനാണ്. സോ കുറുക്കനില് നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. എങ്ങനെയുണ്ടായിരുന്നു വിനീതേട്ടനുമായിട്ടുള്ള ഒരു കണക്ഷൻ? ചെന്നൈ എന്ന് പറയുമ്പോൾ ആക്ച്വലി 2 കണക്ഷൻസ് ആണ് ഇപ്പോൾ വരാനായിട്ട് പെട്ടെന്ന് ഇപ്പൊ പറ്റുന്നത്. ഒന്ന് ശ്രുതിയുടെ ഒരു ഫ്ലാഷ് ബാക്കും അതുപോലെ തന്നെ വിനീതേട്ടന്റെ ചെന്നൈ പാസം അല്ലേ? എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ചെന്നൈയെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്ത ചേട്ടന് ചെന്നൈ സ്നേഹിക്കുന്നവരാണ് അവിടെ തന്നെ നിൽക്കുന്നത്. ഞാനും ചെന്നൈ ആഗ്രഹിച്ചിട്ടുള്ള പക്ഷെ നടന്നില്ല. ഞാനൊരു 2019 വരെ ചെന്നൈ തന്നെ ആയിരുന്നു കൂടുതൽ സമയം. പക്ഷെ ചെന്നൈ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ചേട്ടനൊക്കെ അവിടുത്തെ ഫുഡിലൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഞങ്ങള്. ആ ഫുഡ് ഇവിടുന്ന് കഴിക്കും, ഈ ഫുഡ് ഇവിടുന്ന് കഴിക്കാം. ഓക്കെ, ചേട്ടന് ഇവിടെ ഭയങ്കര രസമാണ്, പട്ടിണിയാവില്ല. അതെനിക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഷൂട്ടിംഗ് ആ ഒരു ടൈമും ഒക്കെ വളരെ രസകരമായിട്ടുള്ളതായിരുന്നു എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുള്ള ആക്ടേഴ്സ് ആരൊക്കെയാണ്? ഞാൻ എല്ലായിടത്തും ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ലൈക്ക് എനിക്ക് എല്ലായിടത്തും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ ചില സെറ്റുകൾ നമ്മൾ ഭയങ്കരമായിട്ട് കൂട്ടായിട്ട് കമ്പനി ഒക്കെ അടിച്ചു. ലൈക്ക് വേദ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് ഉണ്ട്, ഒരു തൃശ്ശൂർ കേരള കോളേജിൽ നമ്മൾ 3 മാസത്തേക്ക് ഷൂട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര കോളേജ് ലൈഫ്. ഞാനൊന്നും ഇങ്ങനത്തെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്തിട്ടില്ല. പിന്നെ കൊറോണ ധവാൻ സെറ്റ് ചിലത് നമുക്ക് നമ്മുടെ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർ കൂടെ വർക്ക് ചെയ്യാൻ ഒരു കംഫർട്ട് തോന്നുന്നുണ്ട്. അല്ലാത്ത പക്ഷെ എനിക്ക് എല്ലായിടത്തും ഞാൻ വളരെ ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ് കൂട്ടാൻ പറ്റുമോ നോക്കിയത്. പക്ഷെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് കളഞ്ഞു ശ്രുതിയുടെയും കുറെ അധികം വിശേഷങ്ങൾ നമ്മൾ വേഗം തന്നെ അറിയുന്നുണ്ട് കേട്ടോ. പക്ഷെ പാട്ടുകൾ അതിന് മുൻപ് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot ആൻഡ് കൂടെയുള്ള തന്നെയാണ് നമ്മോടൊപ്പം SK Hotspotൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ശ്രുതി ജയൻ. അപ്പൊ എന്തായാലും ട്രഡീഷണൽ ഫുഡ്സിനോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞു. കൂടെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാനും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞു. സത്യമാണോ? ട്രഡീഷണൽ ഫുഡ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ഭക്ഷണം ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പൊ ചോറ് വേണം, ഞാൻ ചോറ് അധികം കഴിക്കാത്ത ഒരാളാണ് ബേസി. ഞാൻ കേരള ട്രഡീഷണൽ ഫുഡൊന്നും അങ്ങനെ ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ എന്റെ ഒരു ഇൻഫർമേഷൻ ആണ് തെറ്റിയത്, രണ്ടാമത് കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ എന്തായാലും വെറൈറ്റി ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫുഡ് സ്പോർട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് ശ്രുതി. ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആർക്കും ഇഷ്ടപ്പെടാത്ത കുറെ ഭക്ഷണങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടും, ഈ പച്ചയിലകൾ. ഓഹോ, ഓക്കെ, വരട്ടെ സത്യങ്ങൾ വരട്ടെ. വിയേർഡ് ആയിട്ടുള്ള ഫുഡ് കോമ്പോസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ആളാണോ? ഫുഡ് കോമ്പോസ് എന്നല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പൊ ജാപ്പനീസ് സാധനങ്ങള്, ചൈനീസ് കോണ്ടിനെന്റൽ. ഇപ്പൊ അതായത് ആർക്കും അത്ര ആ ടേസ്റ്റ് നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാവില്ല. പക്ഷെ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും. എനിക്ക് വ്യത്യസ്ത ടേസ്റ്റുകൾ അറിയാൻ ഇഷ്ടമാണ്. ടേസ്റ്റ് എനിക്ക് അതെനിക്ക് ഭയങ്കര ഭയങ്കര ഒരു എന്താ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ. അതെ, ചിലപ്പോ ഉപ്പും പുളിയൊന്നും ഉണ്ടാവില്ല, എരിവൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അത് ടേസ്റ്റ് ഭയങ്കര സംഭവമായിരിക്കും. അത് കൊള്ളാം, അതെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ടേസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളെയാണ് ആക്ച്വലി നമ്മൾ ഇന്ന് SK Hotspotൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രുതി ജയനാണ് കൂടെയുള്ളത് SK Hotspotൽ ആൻഡ് കൂടെയുള്ളത് തന്നെയാണ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK
SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ആൻഡ് കൂടെയുള്ള തന്നെയാണ് നമ്മോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ശ്രുതി ജയൻ. ശ്രുതി, ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മൂവി തന്നെയായിരുന്നു അല്ലേ? നമ്മുടെ ദിലീഷ് പോത്തൻ ആൻഡ് നമ്മുടെ ജാഫർ ഇടുക്കി ഇവരൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. കൂടെ ശ്രുതിയുടെ അഭിനയവും ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവി കൂടിയാണ്. ശരിക്കും ഈ മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജശ്യാമയുടെ ഇനോഗ്രേഷന്റെ ടൈമിലാണ് ഓൾമോസ്റ്റ് മൂവി റിലീസ് ചെയ്യുന്നതും അല്ലേ? അതെ 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 സോ ഒരു ജാക്ക് പോട്ട് അടിച്ച സന്തോഷത്തിലായിരിക്കും ശ്രുതി ആ സമയത്ത്. അതെ അതെ തീർച്ചയായിട്ടും. ഒരേ സമയത്ത് നല്ല രണ്ട് വലിയ സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക. സിനിമയിൽ എന്റെ ക്യാരക്ടർ ഭയങ്കര ചർച്ച ചെയ്യപ്പെടുക, അതേ സെയിം 4 ദിവസം കഴിയുമ്പോൾ ഡാൻസ് ക്ലാസ് ഇനോഗ്രേഷൻ നടക്കുക. സോ അത് വലിയ തന്നെയായിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും കിഡിലൻ പ്രൊജക്ട്സ് ഇങ്ങനെ വരട്ടെ കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു ഫിലിം ലൈഫില് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ, എക്സ്പെക്ട് ചെയ്യാത്ത അപ്രിസിയേഷൻ എവിടെ നിന്നായിരുന്നു കിട്ടിയത്? പക്ഷെ ഇപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇപ്പൊ പെട്ടെന്നൊരു ക്രൗഡിൽ നമ്മളെ കണ്ട സമയത്ത് തിരിച്ചറിഞ്ഞൊരു മൊമെന്റോ? അതെനിക്ക് പറയാം. ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റ് ക്യാച്ച് എയർപോർട്ടിലെത്തിട്ട് ഒരു പയ്യൻ പെട്ടെന്ന് നമ്മുടെ ക്യാബിൻ ക്രൂവിലുള്ള തന്നെയാണ് മൈ ടിക്കറ്റ്. അപ്പൊ പെട്ടെന്ന് എന്നെ കണ്ടിട്ട് മയനസ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത്രയല്ലോ എനിക്ക് ഇതുപോലെ ടീച്ചർ ഉണ്ടായിരുന്നു, എന്റെ ടീച്ചറാണെന്ന് ഇത്രയും ഇങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ഇമോഷണൽ ആയിപ്പോയി. കാരണം ടീച്ചേഴ്സ് ശരിക്കും ഓരോരുത്തർ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഒരുപാട് പേർക്ക് മനസ്സിൽ എത്ര കാലം മറന്നാലും എത്ര കാലം വയസ്സായാലും എന്തെന്ന് പഠിച്ച ടീച്ചറെന്ന് ഓർക്കുന്ന സമൂഹമാണ് ഓൾമോസ്റ്റ് എല്ലാവരും. ഇനി അങ്ങോട്ട് ജെൻസിസ് എനിക്ക് അങ്ങനെ അറിയില്ല, ടിൽ നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ് ഒരാളുടെ ജീവിതത്തിൽ. ഒരാളുടെ ജീവിതത്തിലെ ചില ആ ഒരു ബാല്യകാലം എന്ന് പറയുന്ന കാലഘട്ടം, നമ്മൾ കൗമാരത്തെ കടക്കുന്ന കാലഘട്ടം വരെ നമ്മൾ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ പാരന്റ്സും ടീച്ചേഴ്സും ആണ് ശരിക്കും ബേസ് എന്ന് പറയുന്നത് അല്ലെ. അത് തന്നെ ഭയങ്കരമായിട്ട് തന്നെ നോക്കി ഞാൻ കുട്ടിയല്ല, ഈസ് ലൈക്ക് മോർ ദാൻ 20. അപ്പോ എനിക്ക് തോന്നുന്നു സോറി, ഞാനിപ്പോ ആക്ച്വലി ശ്രുതിനെ മായ എന്ന് വിളിക്കാൻ വരുമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ശ്രുതിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു മായാന്ന്. ജസ്റ്റ് ആ ഒരു ഒറ്റ കമന്റിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഒറ്റ ഡയലോഗിൽ മേ ബി ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊരു പ്രൈസ്ലെസ് മൊമെന്റ് തന്നെയായിരുന്നു. സോ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഒരു അപ്രിസിയേഷൻ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാനാവുന്ന ഒരു മൊമെന്റ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ല നല്ല കുറെ അധികം വിശേഷങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ. കൂടെയുള്ളത് ശ്രുതി ജയനാണ്, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജൂണിലെ മായ മിസ്. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗ ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മൾ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലൂടെ ഒരു ബ്യൂട്ടിഫുൾ ഡാൻസറെയും അതുപോലെ അതിലും ഭംഗിയായിട്ട് അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയുമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ശ്രുതി ജയൻ. ആൻഡ് ഫസ്റ്റ് മൂവിയിലേക്ക് തന്നെ ഞാൻ ഒന്ന് വീണ്ടും പോവാണ് കേട്ടോ. അങ്കമാലി ഡയറീസ്, നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ഡയറക്ടർ, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത്, അതും ഫസ്റ്റ് മൂവി. സോ എനിക്കറിയാം ഉറപ്പായിട്ടും ഒരു ഡിഫറെന്റ് ഫീൽ തന്നെയായിരിക്കും ആ ഒരു വർക്ക്ഷോപ്പ് ആണെങ്കിലും ആ സ്കൂൾ ഓഫ് ഫിലിം ആണെങ്കിലും. എങ്ങനെയുണ്ടായിരുന്നു ആക്ച്വലി ആ ഒരു സെറ്റും കാര്യങ്ങളും ഷൂട്ടിങ്ങും ലൊക്കേഷനും ഒക്കെ? അതുകൊണ്ടാണ് ഞാനിന്ന് സിനിമയിൽ നിൽക്കുന്നത്. അതിനെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അതെനിക്ക് തന്നിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഇവിടെ ഒരു ഓപ്പണിംഗ് നമുക്ക് ഞാൻ പറഞ്ഞു, ഞാനൊരു വേറെ പ്രൊഫഷൻ കിടക്കുന്ന സമയത്ത് നമുക്കൊരു ആ വലിയ ഗേറ്റ് വേ നമുക്ക് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ആ ഗേറ്റ് വളരെയധികം ഉപകാരമായിരുന്നു. കാരണം തന്നെ അത്ര ഇൻസ്പയർ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം റീസൺ ആണ്. അദ്ദേഹം അറിയുന്ന റീസൺ പുള്ളിക്കത് ഞാൻ അത്ര വാല്യൂ കൊടുക്കുന്നത് എനിക്കറിയാം, അദ്ദേഹത്തിന് അറിയുന്നത് അറിയില്ല. അത്രയും എന്നെ അധികം ഇൻസ്പയർ ചെയ്തു സിനിമയിലേക്ക് നിൽക്കാൻ, സിനിമ അറിയാനായിട്ട്. ഓക്കെ, ഇന്ന സിനിമ അറിഞ്ഞിട്ടെന്താ കാര്യം. ശരിക്കും ആ അങ്കമാലി ഡയറീസില് ആലിസിന്റെ ക്യാരക്ടർ ഭയങ്കര നാച്ചുറൽ. ആ മൂവിയിൽ എല്ലാവരും തനി ആ ഒരു അങ്കമാലിയിൽ വരുന്ന ആൾക്കാരുടെ ഒരു സ്റ്റൈലും കാര്യങ്ങളും ഭാഷകളാണെങ്കിലും ജസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ അതുപോലെ തന്നെ വന്നിട്ടുള്ളതാണ്. സോ ശ്രുതിക്ക് ആക്ച്വലി അത് ഒരു എളുപ്പമായിരുന്നോ ആ ഒരു ക്യാരക്ടർ? ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഈ കുട്ടികളെ കൊണ്ട് നീന്തൽക്കുളത്തിലിടുമ്പോ അവസ്ഥയില്ലേ, ചെറിയ ബേബീസിനെ, ആ അവസ്ഥയായിരുന്നു. ബേസിക്കലി ഒന്നും അറിയില്ല, പക്ഷെ ഉള്ളിൽ എന്തോ ഉള്ളതുണ്ട്. അത് ഞാൻ നീന്തി അതായത് കുഞ്ഞു ബേബീസിനെ ബോൺ ബേബീസിനെ കുറച്ച് സമയം കഴിഞ്ഞാൽ നീന്തൽ സ്റ്റാർട്ട് ചെയ്യും.
കാരണം അവര് ഗർഭപാത്രത്തില് നീന്തിയിട്ടുള്ള അവരുടെ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അതുപോലെയാണ് എനിക്ക് കൊണ്ടിട്ടപ്പോ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. കുറയ്ക്കാനുള്ളത് കുറച്ച്, കൂട്ടാനുള്ളത് കൂട്ടിയിട്ടില്ല, കുറച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ഞാൻ ഭയങ്കര നമ്മൾ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ലിമിറ്റ് ചെയ്തു, ക്യാമറയ്ക്ക് വേണ്ടി ചെയ്തു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അത്ര മാത്രമേ എനിക്കറിയുള്ളൂ. ഓക്കെ. ശരി, അപ്പൊ എന്തായാലും ഇനിയും കുറെ അധികം മായ ടീച്ചേഴ്സിനെയും ഇനി അധികം മായ ടീച്ചേഴ്സിനെ ആലീസിനൊന്നും കാണേണ്ടി വരില്ല. ഇനിയും പുതിയ പുതിയ ആളുകളെ തന്നെയായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നതും നമ്മുടെ ശ്രുതിയുടെ ലൈഫിൽ. അല്ലെ, പുതിയ ആൾക്കാരെ പരിചയപ്പെടാം നമ്മൾ ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴേ. എന്തൊരു അല്ലേ. അതെ അത് ശരിക്കും വലിയൊരു, ഞാൻ ചോദിക്കാനിരുന്നൊരു കാര്യം കൂടിയായിരുന്നു കേട്ടോ. ശരിക്കും ഓരോ മൂവിയിലും നമ്മളൊരു കുറച്ചധികം നാളുകൾക്കാണെങ്കിലും നമ്മൾ അവരായിട്ട് ആ ഒരു ക്യാരക്ടറായിട്ടൊരു കണക്ഷൻ വരണം, അല്ലെങ്കിൽ നമ്മളവരെ ശരിക്കും മനസ്സിലാക്കിയാലാണ് ആ ഒരു റോൾ നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ ഇത്രയും ക്യാരക്ടേഴ്സ് ഇപ്പൊ ഏകദേശം ഒരു 30-ലധികം സിനിമകളിൽ ശ്രുതി വന്നിട്ടുണ്ടല്ലോ ഇല്ലേ? യെസ്. അപ്പോ ഏകദേശം 30-ലധികം ക്യാരക്ടേഴ്സും ഇതിനോടകം വന്നിട്ടുണ്ട്. ഇവരെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇവരാരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ലൈക്ക് ഈ ക്യാരക്ടർ അടിപൊളിയാണ് എന്ന് തോന്നിയിട്ടുള്ളത് ആരെങ്കിലും ഉണ്ടോ എടുത്തു പറയാനായിട്ട് പറ്റുന്ന? എല്ലാവരും ഒരുപോലെ ബെസ്റ്റ് ആയിരുന്നു അല്ലെ? എല്ലാവരും ഇഷ്ടമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. എല്ലാ മനുഷ്യന്മാരും ഇപ്പൊ നമുക്ക് ചുറ്റും എത്ര ആൾക്കാരുണ്ട്, എനിക്ക് എല്ലാവരോടും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റീസും കുറവുണ്ടെങ്കിൽ ഏതൊരു കുറവുള്ള ഒരാൾക്കും ഒരു പ്ലസ് പോയിന്റ് കാണുന്ന ഒരാളാണ് ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡ്. അപ്പൊ ഞാൻ അതിലിങ്ങനെ, കാരണം നമ്മൾ ആ കഥാപാത്രത്തെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് അത് വരുള്ളൂ. ഉറപ്പായിട്ടും. യെസ്. ഫിലോസഫി ഇല്ല, നമ്മൾ ഇച്ചിരി വേറെ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ വേറെ ആളായി. അതുപോലെ ചെറുതായിട്ട് മാറിയില്ല, നമ്മൾ തിരിച്ച് ട്രാക്കിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പേടിക്കണ്ട ഗംഗേ. നകുലേട്ടാ, എനിക്ക് എന്ത് പറ്റിയല്ലേ? ഒന്നും പറ്റിയിട്ടില്ല മോളെ. അപ്പോ നമ്മള് കുറെ അധികം ക്യാരക്ടേഴ്സുകളുടെ ജേർണിയും പറഞ്ഞു. സോ ഇനിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ അധികം കഥാപാത്രങ്ങൾ ശ്രുതിക്ക് കിട്ടട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് തന്നെയായിട്ട് മാറട്ടെ കേട്ടോ. എസ്പെഷ്യലി ആയിലെ ക്യാരക്ടർ എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെയാണ് ഞാനത് വീണ്ടും റിപ്പീറ്റഡ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കഥാപാത്രം. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല നല്ല കുറെ അധികം വിശേഷങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ. കൂടെയുള്ളത് ശ്രുതി ജയനാണ്. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ആൻഡ് കൂടെയുള്ള തന്നെയാണ് നമ്മോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ശ്രുതി ജയൻ. ശ്രുതി ഇപ്പോ അന്യഭാഷ ചിത്രങ്ങളിലും ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ശ്രുതി മെയിൻലി ഫോക്കസ് ചെയ്യുന്ന മലയാളം തന്നെയാണെങ്കിലും തെലുഗു അതുപോലെ ഹിന്ദി മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആക്ച്വലി അതിൽ ഡബ് ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഭാഷ പഠിക്കാനും? ഞാൻ പക്ഷെ എനിക്ക് അങ്ങനെ ഇപ്പൊ താൻ ചോദിച്ചു കഴിഞ്ഞപ്പോ തെലുഗു പറയാൻ പറഞ്ഞെന്ന് അറിയില്ല. ഞാൻ തന്നെ ഡബ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കൈൻഡ് ഓഫ് ഞാൻ കൊടുക്കുന്ന ഒരു ജീവൻ എന്റെ ഈ ജീവനും കൂടെ കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ അത് ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കും. അത് എല്ലാരും ഓൾമോസ്റ്റ് ആക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും കൊള്ളാം. ശരിക്കും നമ്മൾ ചെയ്തൊരു വർക്ക് ആക്ച്വലി നമ്മുടെ സൗണ്ടും കൂടി വരുമ്പോഴാണ് ആക്ച്വലി അതൊരു ഫിനിഷ്ഡ് ആണ് നമ്മുടെ വർക്ക് എന്ന് തോന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ഇൻകംപ്ലീറ്റ് ഫീൽനെസ് വരും അല്ലേ? അതെ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഇനിയും കുറെ അധികം ഭാഷകളിൽ ഞങ്ങളെ ഞെട്ടിക്കാനായിട്ട് പറ്റട്ടെ. നമ്മളിനി ഒരു ചെറിയ വിശേഷം കൂടിയും ശ്രുതിനെ സംബന്ധിച്ച് അറിയാനുണ്ട്. അതെന്താണ്, എന്തൊക്കെയാണ് എന്നുള്ളത് പാട്ടുകൾക്ക് ശേഷം മാത്രമായിരിക്കും അറിയാൻ പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Hotspot. Once again, welcome back to SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. അങ്ങനെ ഈ ഞായറാഴ്ചയിൽ നമ്മൾ SK ഹോട്ട്സ്പോട്ടിലൂടെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് കൂടെ എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ്. ഡാൻസർ, ആക്ട്രസ്, നമ്മുടെ സ്വന്തം ശ്രുതി ജയൻ. ശരിക്കും ഒരു തൃശ്ശൂർക്കാരി എന്നുള്ള നിലയ്ക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ശ്രുതി സംസാരിക്കുന്നതിൽ. തീർച്ചയായിട്ടും എന്നാൽ തൃശ്ശൂർ ഗഡികളായതുകൊണ്ട് ഇനി എനിക്ക് ചോദിക്കാനുള്ളതും ഒരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. ലൈക്ക് നമുക്ക് എല്ലാവർക്കും കേട്ടോ നെക്സ്റ്റ് അപ്കമിങ് പ്രൊജക്ട്സുകൾ എന്തൊക്കെയാണ്? ആക്ച്വലി പ്രോജക്ട്സ് ഇപ്പൊ 2 മൂവി ചെയ്തു. നിധിയും ബോധം സിനിമ ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നു, 2 ദിവസം മുമ്പ്. പിന്നെ ഒരു ഫാർമ വെബ് സീരീസ് റിലീസ് ആവാനുണ്ട്. നിവിൻ പോളിയുടെ ലൈക്ക് എന്ത് ക്യാരക്ടറാണ് ചെയ്യുന്നത്?
നിവിന്റെ വൈഫായിട്ടാണ് ചെയ്തത് ഞാൻ. ഓ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം. പിന്നൊരു ഹിന്ദി വെബ് സീരീസ് ട്രെയിലോൺ അസാസിൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ് സീരീസ് കുറച്ച് നാളെ അതൊക്കെ അറിഞ്ഞിട്ടില്ല. ഓക്കെ. ഈ അപ്പനും മ്ലേച്ഛൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തോണ്ടിരിക്കുന്നു. ഒരു തെലുഗു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം ഇങ്ങനെ അങ്ങനെ തട്ടികൂട്ടി പോകുന്നു. എന്തായാലും നിവിൻ പോളിയുടെ ഭാര്യ ലൈക്ക് അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ ആക്ച്വലി പോളി ഒരുപാട് നമുക്ക് അങ്ങനെ സീൻസ് ഒന്നും ഇല്ല അധികം. ലൈക്ക് പൊസിഷൻ വൈസ് ആണ് ലൈക്ക് ബട്ട് ഇറ്റ്സ് പ്രിവിലേജ് ഇത്രയും വലിയൊരു ആക്ടർ കോമ്പിനേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്. ആൻഡ് ഇനിയുള്ള എല്ലാ മൂവീസിനും നമ്മുടെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരിക്കും. കൂടെ ഇനിയും ഒരുപാട് സിനിമകളിൽ ഒരുപാട് വേഷങ്ങളിൽ ഇതുപോലെ കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ശ്രുതിക്കും പറ്റട്ടെ. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊജക്ട്സ് ഇനിയും വരട്ടെ. എല്ലാ ഡ്രീംസും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഫുൾഫിൽ ചെയ്യാനും പറ്റട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇത്രയും നേരം നമ്മുടെ SK ഹോട്ട്സ്പോട്ടിൽ സംസാരിച്ചതിനും അതുപോലെ തന്നെ വിശേഷങ്ങൾ ഷെയർ ചെയ്തതിനും ഒരുപാട് സന്തോഷമായിട്ടോ. ഞാനും കുറേ നേരം ഭയങ്കര ചിൽ ആയിട്ടുള്ള ഒരു ടോക്കായി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നല്ല കംഫർട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ. അപ്പൊ സർഗ ക്ഷേത്രയുടെ എല്ലാ പ്രേക്ഷകർക്കും ആശംസകൾ. നിങ്ങൾ ഇനിയും കേട്ടുകൊണ്ടേയിരിക്കണം. കാരണം ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ ജീവിതത്തിൽ. ആരെങ്കിലും കേൾക്കാനുണ്ടാവുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? അതുപോലെ കേൾക്കാനുണ്ടാവട്ടെ. നിങ്ങളെ എല്ലാവർക്കും പരസ്പരം ആ ഒരു കേൾവിയിൽ കൂടെ ഒരുപാട് അറിവുകളും സന്തോഷങ്ങളും ഒക്കെ കിട്ടട്ടെ. അതുപോലെ രാജശ്യാമിക്കും കൂടിട്ടോ ഒരു വിഷസ് കൂടി. നമ്മൾ ഇനിയും കലക്കൻ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു സർഗ ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗ ക്ഷേത്ര.